Watch India's largest kids library only on Jio Hotstar. Download the app now. മര്യാദയ്ക്ക് സീക്രട്ട് വെപ്പന്റെ ഫോർമുല എന്താണെന്ന് വെച്ചാൽ പറയേ, അല്ലെങ്കിൽ എല്ലാത്തിനെയും പുകച്ചു കളയും. ഹുങ്കാർ സിംഗിന്റെ ദേഷ്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ലഞ്ഞിട്ടാണ്. അയാള് ഭയങ്കര സാധന, ഒരെണ്ണം പോലും ജീവിക്കില്ല. ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങളെ വിട്ടാക്ക്. ഈ ഹുങ്കാർ സിംഗിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ അസാധ്യമാണടേ. ഒരു കോപ്പും അറിയില്ല ഇവന്മാർക്ക്. ഇവരുടെ ലീഡർ ക്യാപ്റ്റൻ വിജയനെ പിടിച്ചോണ്ട് വാ. അയാൾ എവിടെയാണ്? അയാൾക്ക് മാത്രമേ അറിയൂ ആ സീക്രട്ട് ന്യൂക്ലിയർ വെപ്പന്റെ ഫോർമുല എവിടെയാണെന്ന്. ചെല്ല് വേഗം. ഹുങ്കാർ സിംഗ്, ക്യാപ്റ്റൻ വിജയ് രക്ഷപ്പെട്ടിരിക്കുന്നു. അയാൾ ഇപ്പോൾ വേദ ഹോസ്പിറ്റലിൽ കനത്ത സുരക്ഷയോടെയാണ് കിടക്കുന്നത്. സുരക്ഷ എത്ര കടിച്ചതാണെങ്കിലും ഞമ്മക്കത് പൊട്ടിക്കാൻ വളരെ ഇഷ്ടമാണടേ. എന്റെ ആ വിജയ് കോന്തനെ പിടിച്ചോണ്ട് വരി. ഹുങ്കാർ സിംഗിന്റെ ആജ്ഞ അനുസരിച്ചില്ലെങ്കിൽ അവൻ വെറും കോഞ്ഞാട്ട തന്നെ. പിന്നെ ഇത് ക്യാപ്റ്റൻ വിജയാണ്. ക്യാപ്റ്റൻ വിജയ്, ഇത് ഞങ്ങളുടെ മുത്തച്ഛനാണ്. അത് അദ്ദേഹത്തിന്റെ പേരക്കുട്ടി ശിവയാണ്. മിടുക്കനാണ്. ഇതൊക്കെ അവന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ്. അല്ല ക്യാപ്റ്റൻ വിജയ് സാർ, ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? ലഡു സിംഗ്, ഞാനും എന്റെ ടീം ഒരു സീക്രട്ട് മിഷനിലായിരുന്നു. പെട്ടെന്നാണ് ശത്രുക്കൾ ഞങ്ങളുടെ താവളം വളഞ്ഞത്. ഒരു വിധത്തിലാണ് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. പക്ഷെ എന്റെ ടീമിലുള്ള അംഗങ്ങൾ അവരുടെ പിടിയിലാണ്. സാറ് കൂടുതൽ സംസാരിക്കരുത്. ഡോക്ടർ നിങ്ങളോട് സംസാരിക്കരുതെന്നാ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആരും ഇങ്ങനെ ശല്യം ചെയ്യരുത്. പേഷ്യന്റിന് റെസ്റ്റ് ആവശ്യമാണ്. എന്നാ ശരി, ഞങ്ങള് പോയിട്ട് പിന്നെ വരാം. നിങ്ങൾ നന്നായിട്ട് റെസ്റ്റ് എടുത്തോളൂ സാർ. അല്ല, ഈ ഫോർമുല കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കട്ടാ. എന്താ കുഴപ്പം തോന്നുന്നുണ്ടല്ലോ. എത്ര പെട്ടെന്ന് ഇവരെ ഇവിടുത്തെ കൊണ്ടുപോകണം. ഹുങ്കാർ സിംഗ് അവിടെ കാത്തിരിക്കുക. അദ്ദേഹത്തിന് ഒന്നും ചെയ്യരുത്. മര്യാദക്ക് ഇവിടുത്തെ പോയിക്കോ, അല്ലെങ്കിൽ കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. അല്ല, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? അവിടെ എന്താ കുഴപ്പമുണ്ട്? വേഗം വരൂ. ഞാനിതാ വരുന്നു. വേണ്ട, എന്നെ വിട്. ഇതൊന്ന് നിർത്തണേ. ഈ വണ്ടി ഒന്ന് നിർത്താൻ പറയാ. ആരെങ്കിലും ഈ വണ്ടി ഒന്ന് നിർത്ത. അതിന് ബ്രേക്കും ബെല്ലൊന്നുമില്ലേ? വേഗം നിർത്താൻ. എന്റെ കയ്യിന് എല്ല് പോയേ. ശിവ, കുറച്ച് കുണ്ടുകളെ ഇപ്പൊ ക്യാപ്റ്റൻ വിജയനെ ജനൽ വഴി കൊണ്ടുപോയി. ക്യാപ്റ്റൻ വിജയ് നമ്മൾക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയേ പറ്റൂ. സർ, അദ്ദേഹത്തെ എങ്ങനെ രക്ഷപ്പെടുത്താ പറയൂ. അവർക്ക് എവിടെയാണെന്ന് സാറിന് അറിയോ? ഐ ആം നോട്ട് ഷുവർ. പക്ഷേ ചിലപ്പോൾ ഒരു സ്ഥലത്ത് അവർ കാണാൻ സാധ്യതയുണ്ട്. പക്ഷെ ശരിക്കും നമുക്ക് അറിയാൻ മേലാത്തത് കൊണ്ട് അങ്ങോട്ട് കമാൻഡോസിനെ അയക്കാൻ പറ്റില്ല. കാരണം അവിടെ കോളനിക്കാരാണ് അധികവും താമസിക്കുന്നത്.
നമുക്ക് ഒരാളെ സ്പൈ ആയിട്ട് അവിടെ രഹസ്യം കണ്ടുപിടിക്കാനായിട്ട് അയക്കണം. അയാളെ കണ്ട ആർക്കും ഒരു സംശയം തന്നെ തോന്നരുത്. സർ, ഞാൻ തീർച്ചയായിട്ടും അങ്ങോട്ട് പോവാം. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് തന്നെ നീയും പറഞ്ഞു ശിവ. പിന്നെ സാർ, നമ്മുടെ ശിവയെ ആരും അവിടെ സംശയിക്കുമില്ല. ഇവൻ കാണാൻ ചെറിയ ചെറുക്കനാണെങ്കിലും നമ്മുടെ കമാൻഡോയെക്കാളും നല്ല ബുദ്ധിമാനാണ്. അവൻ അവിടെ ചെന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തോണ്ട് വന്നേക്കും സാർ. പിന്നെ സാറ് എല്ലാം പ്ലാൻ ചെയ്തതുപോലെ കൂട്ടുകാരൊക്കെ രക്ഷിക്കാനും പറ്റും സാർ. ആ ഐഡിയ ഒക്കെ കൊള്ളാം. പക്ഷെ അവിടെ നമ്മൾക്കൊരു ബാക്കപ്പ് സപ്പോർട്ടും ഇവന്റെ കൂടെ അയക്കണം. ചിലപ്പോ ഇവൻ അവിടെ വല്ല സഹായം വേണ്ടി വന്നാലോ? ഞാനും ലഡ്ഡു സിംഗും വേഷപ്രച്ഛന്നരായി കുറച്ചു ദൂരം തന്നെ നിൽപ്പുണ്ടാവും. ശിവയ്ക്ക് വല്ല ആവശ്യവും വന്നാലോ? ഞങ്ങള് ശിവയുടെ അടുത്ത് വേഷം മാറി പോവാൻ സാർ. നമ്മൾ എന്തിനാ പോന്നെ? നമ്മളവിടെ കുടുങ്ങി പോയാലുണ്ടല്ലോ, എനിക്ക് ഓടാനും പോലും പറ്റില്ല, അറിയില്ലേ? നീ എന്തിനാ പേടിക്കുന്നേ? ഞാനല്ലേ കൂടിയുള്ളത്. സർ, ഞങ്ങൾ അവിടെ ചെന്ന് എല്ലാ വിവരങ്ങളും കൊണ്ടുവരാം. സർ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഓക്കെ ശിവ, ഇഫ് യു ആർ കോൺഫിഡന്റ്, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പെർമിഷൻ തരുന്നു. നമ്മുടെ കയ്യിലാണെങ്കിൽ വേറെ ഓപ്ഷൻ ഒന്നും കാണുന്നുമില്ല. പിന്നെ സമയം വളരെ കുറവാണ്. ഓൾ ദി ബെസ്റ്റ് എവരിബഡി ആൻഡ് ടേക്ക് കെയർ. ശിവ, നീ എന്തിനാ സൈക്കിൾ കൂടെ കൊണ്ടുവന്നേ? ചിലപ്പോ അത്യാവശ്യം വന്നാലോ, അതുകൊണ്ടാ. ആ രണ്ടുപേരും ഇവിടെ ഉള്ളവരല്ലെന്ന് തോന്നുന്നല്ലോ. ഒരാള് മിലിറ്ററിയുടെ ഷൂസ് ഇട്ടിട്ടുണ്ട്. ആർമിക്കാരും പോലീസുകാരും അങ്ങനത്തെ ഷൂസ് ഇടുക. ആ ഗ്രാമത്തിലുള്ളവർ പോലെ വേഷം കെട്ടിയപ്പോ ഇവന്മാരെ ഷൂസ് മാറ്റാൻ പറന്നുപോയി. നമുക്ക് ഇവർക്കിട്ട് ഒരു പണി കൊടുക്കാം. ഇവൻ നീ എന്താണ് ചെയ്യുന്നത് ലഡ്ഡു സിംഗ്? പിടിക്കപ്പെടുമെന്ന് അറിയില്ലേ? നിന്റെ പേരും റാങ്കും പറയൂ. ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് സാർ. നിങ്ങൾ ആരാണ് സാർ? ഞങ്ങൾ ആരാണെന്ന് അറിയേണ്ട ആവശ്യം നിനക്കില്ല. പക്ഷെ താൻ ആരാണെന്ന് ഞങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി. ഇങ്ങോട്ട് രഹസ്യാന്വേഷണത്തിന് വന്നിരിക്കല്ലേ? മര്യാദക്ക് കൂടെ വന്നോ. ലഡ്ഡു സിംഗ് നീയുണ്ടല്ലോ, ഇന്ന് വരെ നിന്നെ ഞാൻ പരേഡ് കാണിക്കുന്നൊന്നും കണ്ടിട്ടേ ഇല്ല. എല്ലാ ദിവസവും പരേഡ് കൂടി ഇന്നല്ലേ ചെയ്തോ? രേവ, മുത്തശ്ശനെയും ലഡ്ഡു സിംഗ് സാറിനെയും കുറെ നേരമായിട്ട് കാണുന്നില്ലല്ലോ. ചിലപ്പോ അവര് രണ്ടുപേരെ ഗുണ്ടകൾ അങ്ങനെ പിടിച്ചു കാണോ? നീ പറഞ്ഞത് ശരിയാ. നിന്റെ നാനാജി ഇൻസ്പെക്ടറും ഒക്കെ ഞങ്ങളുടെ കൈവശമുണ്ട്. മര്യാദക്ക് ഞങ്ങളുടെ കൂടെ പോന്നോ, അല്ലെങ്കിലുണ്ടല്ലോ. ഞങ്ങളുടെ ഇഷ്ടം പോലെ ഞങ്ങൾ എവിടെ വേണമെങ്കിലും പോകും, കേട്ടല്ലോ. ഫോണും കിട്ടുന്നില്ല. എന്തായാലും ആ താവളത്തിൽ ചെന്ന് അന്വേഷിക്കാം. മുത്തശ്ശൻ അവിടെ തന്നെ കാണും. ആ പട്ടാളക്കാരും ചിലപ്പോ അവിടെ തന്നെ ഉണ്ടാവും. ഡോക്ടർ, ഇവന് ബോധം തെളിഞ്ഞില്ലേ? എത്രയും പെട്ടെന്ന് എനിക്ക് ആ സീക്രട്ട് വെപ്പന്റെ ഫോർമുല അറിയണം. ഓംകാർ സിംഗ്, ഇവൻ ഒരുപാട് പ്രഷർ കൂടിയത് കൊണ്ട് ഇവൻ അബോധാവസ്ഥയിലാണ്. ബോധം തെളിയിപ്പിച്ചെടുക്കാൻ കുറച്ച് സമയമെടുക്കും. ഇങ്ങനെ ധൃതി പിടിച്ചിട്ട് കാര്യമില്ല. ഇവന്മാർ രണ്ടുപേരും നമ്മുടെ ഏരിയ കിടന്ന് കറങ്ങുമായിരുന്നു ബോസേ. ഇവൻ പോലീസാ. ഓംകാർ സിംഗിന്റെ ആജ്ഞയിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ പറ്റൂല. തീർച്ചയായിട്ടും ഇവന്മാരെ രക്ഷപ്പെടുത്താനായിരിക്കും നിങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോ ആ സീക്രട്ട് വെപ്പന്റെ ഫോർമുല നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതുകൊണ്ട് ഇൻസ്പെക്ടർ പറയ്, ആ സീക്രട്ട് വെപ്പൺ എവിടെയാണെന്ന് പറയ്. ഈ ലഡ്ഡു സിംഗിനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഉരുക്ക് കൊണ്ടാണ്. ഉരുക്ക്. നീ എന്ത് തലകുത്തി പറഞ്ഞാലും ശരി, ഞാൻ നിന്നോട് ഒരു കാര്യം പറയില്ല എന്ന് പറഞ്ഞില്ലേ? പറയാം, ഞാൻ എല്ലാം പറയാം. എന്നെ ഇവിടുന്ന് എന്നൊന്ന് വേഗം മാറ്റേ. അത് താഴ്ന്നു വരുന്നു. എന്നെ കടിച്ച് തിന്നും. എന്നൊന്ന് വേഗം ഇവിടുന്ന് പൊക്ക്. എന്ത് പറ്റടോ ഉരുക്കു മനുഷ്യ? എന്റെ ആജ്ഞ വരുന്നതിന് മുമ്പ് തന്നെ നീ പറയാന്ന് പറഞ്ഞല്ല. ഇനി എന്റെ മോനൊന്ന് പെട്ടെന്ന് പറയ്, ആ സീക്രട്ട് വെപ്പന്റെ ഫോർമുല എന്താണ്? വേഗം ചക്കരെ. നിങ്ങൾ ആർമിയിൽ നിന്ന് കുറച്ച് ആൾക്കാരെ ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുവന്നിട്ടില്ലേ? അവരെ കാണാനില്ല എന്നുള്ള റിപ്പോർട്ട് എന്റെ പോലീസ് സ്റ്റേഷനിലാണ് ഫയൽ ചെയ്തിരിക്കുന്നത്.
ഞാനൊരു പോലീസ് ഇൻസ്പെക്ടർ ആയതുകൊണ്ട് അതെന്റെ കടമയല്ലേ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്യാപ്റ്റൻ വിജയ് സാറിന് മാത്രമേ അറിയുള്ളൂന്നേ. അദ്ദേഹത്തിന് ബോധം വന്നു കഴിഞ്ഞാൽ ചോദിച്ചോ. എല്ലാത്തിനും കൂടെ അടച്ചിട്. പിന്നെ ഡോക്ടർ ആ വിജയ് കോന്തിന് പെട്ടെന്ന് ബോധം വരുത്തിക്ക്. ആ, ഇവിടെ എല്ലാം കാണാൻ ഒരേപോലെ ഉണ്ടല്ലോ. നമുക്ക് കൺഫ്യൂസ് ആയിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് കടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇനി ഒരൊറ്റ വഴി മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ ഉറക്കെ പാട്ട് പാടാം. എന്റെ ശബ്ദം കേട്ടിട്ട് ശിവ ഓടിയെത്തും. ശിവ ഇങ്ങോട്ട് ഓടിവാ, ഓടോടിവാ ശിവ. എന്റെ അമ്മ ഒന്ന് നിർത്ത്, ചെവിക്കല്ല് പൊട്ടിപ്പോകുമല്ലോ. ഒരിക്കലും നിർത്തില്ല, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വിട്. ഒരിക്കലും നിങ്ങളെ പുറത്തു വിടാൻ പോകുന്നില്ല. അവിടെ പാടിക്കൊണ്ടിരുന്നോ. ഇങ്ങോട്ട് ഓടിക്കോ, ഓടിക്കോ. പാട്ട് വായിക്കാൻ പറ്റുന്നില്ല. അല്ല, അതുകൊണ്ടോ ആ ഭാഗത്ത് മുത്തശ്ശൻ പാടുന്നത് കേൾക്കുന്നുണ്ടല്ലോ. കൊള്ളാം. എന്തായാലും മുത്തശ്ശൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായല്ലോ. പക്ഷെ എവിടെയാ? എല്ലാ സ്ഥലത്തും അക്വ വരുന്ന പോലെയുണ്ട് ശബ്ദം. ഓടിക്കോ, ഓടിക്കോ. പാട്ട് വായിക്കാൻ പറ്റുന്നില്ല. ഓടിക്കോ, ഓടിക്കോ, ഓടിക്കോ. പാട്ട് വായിക്കാൻ പറ്റുന്നില്ല. ഓടിക്കോ. എന്റെ അമ്മോ, എന്റെ ചെവി പോയേ. എനിക്ക് പേടിയാകുന്നു. ഇനി നമ്മൾ എങ്ങനെയാ വീട്ടിലേക്ക് പോവാ? ശിവ, എനിക്ക് തോന്നുന്നത് ആ വീട്ടിൽ നിന്നായിരിക്കും ശബ്ദം വരുന്നത്. അത് കണ്ടില്ലേ, അവിടുത്തെ ജനലുകളും വാതിലുകളൊക്കെ അനങ്ങുന്നത് നോക്കൂ. ശിവ. മുത്തശ്ശ, മുത്തശ്ശ, ഈ ജനാല ഒന്ന് തുറക്കു മുത്തശ്ശ. നീ വന്നോ? വെരി ഗുഡ്. പക്ഷേ എനിക്ക് വിൻഡോ തുറക്കാൻ പറ്റില്ല, ഇത് സീൽഡാണ്. മുത്തശ്ശ, കുറെ ദൂരം മാറി നിൽക്കും. മുത്തശ്ശ, ലഡ്ഡു സിംഗ് സാറും ആർമിക്കാരും എവിടെയാ ഉള്ളത്? ശിവ, ആർമിയുടെ ആളുകൾ ഇതിനകത്തുണ്ട്. ഗുണ്ടകൾ ലഡ്ഡു സിംഗിനെ കാട്ടിനുള്ളിലേക്ക് കൊണ്ടുപോയി. വേഗം വരും, നമുക്ക് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. നിങ്ങൾ എങ്ങോട്ടായി പോകുന്നത്? എല്ലാവരും രക്ഷപ്പെട്ട് ഓടുക ബോസേ. പൂങ്കാരന്റെ ആജ്ഞയിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. എല്ലായിടത്തും വിവരം അറിയിക്കുക. ഓരോരോ മുക്കിലും മൂലയിലും ശ്രദ്ധിക്കുക. ആ എംബോക്കികൾ എന്റെ ചക്രവ്യൂഹത്തിൽ നിന്ന് രക്ഷപ്പെടാനേ പാടില്ല. ചെല്ല്. മുത്തശ്ശ, നിങ്ങൾ എല്ലാവരും വേഗം രക്ഷപ്പെട്ടോളൂ. ഇവരൊക്കെ ഞാൻ നോക്കിക്കോളാം. മുത്തശ്ശ, രേവ, നിങ്ങൾ എല്ലാവരും എന്റെ പുറകെ ഈ വശത്തേക്ക് വന്നോളൂ. പുറത്തേക്ക് കടക്കാനുള്ള വഴി ഞാൻ കാണിച്ചു തരാം. വേഗം ഓട്, വേഗം ഓട്. നമ്മൾ പുറത്തെത്താറായി. വേഗം. പൂങ്കാരന്റെ അഹങ്കാരത്തിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. ഇവന്മാരെ തിരിച്ചു കൊണ്ടുപോവാ. കുട്ടി, സൈക്കിളിന് ഭയങ്കര ഓടിയിലാണല്ലോ ഓടിക്കണേ. പക്ഷെ ഈ പ്രദേശത്ത് നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ പറ്റൂല. ഇത് ഹൂങ്കാരന്റെ ചക്രവ്യൂഹമാണ് കുട്ടി. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ.
ശിവ ശിവ എന്നാണ് എന്റെ പേര്. ഏത് ചക്രവ്യൂഹമായാലും എനിക്കൊക്കെ വെറും കാറ്റാ. എന്താ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഞങ്ങളെല്ലാവരും നിന്നെ രക്ഷിക്കാൻ വന്നതാ. സുഹൃത്തുക്കളെ, എന്തിനാ നോക്കി നിൽക്കുന്നേ? അറ്റാക്ക്! അവരെ ഒരിക്കലും വിശ്വസിക്കരുത്. നമുക്ക് എത്രയും പെട്ടെന്ന് പുറത്തു കടന്നേ പറ്റൂ. സന്തോഷമൊക്കെ പിന്നെ ആവാം. പൂങ്കാരന്റെ ആജ്ഞയിൽ നിന്ന് ആർക്കും തന്നെ രക്ഷപ്പെടാൻ പറ്റില്ല ശിവ. Load and fire! രക്ഷപ്പെടുത്ത്. മതിയാക്ക്. ഒരു മനുഷ്യൻ എത്രമാത്രമാണ് ഇതാകണം? ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങി ഉള്ള അഭിമാനം മുഴുവനും പോയില്ലേ? മിണ്ടിപ്പോകരുത്. ഈ ജയിലിനകത്ത് ചെന്ന് നിനക്ക് കരഞ്ഞ് പാടാം. ഒരു വലിയ കൊള്ളക്കാരന്റെ നേതാവ് കൊച്ചുകുട്ടികളെ പോലെ അങ്ങനെ കരയുന്നു. മിണ്ടിപ്പോരുത്. എന്നെ കരയില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? നിന്നെ പോലെ ധീരതയുള്ളൊരു കുട്ടിയെയാണ് ഞങ്ങളുടെ പട്ടാളത്തിന് ആവശ്യം. നിന്നെ പോലൊരു കുട്ടി ഏത് രാജ്യത്തിലാണ് ഉള്ളത്, ആ രാജ്യം എന്നും സുരക്ഷിതമായിരിക്കും. വി സല്യൂട്ട് യു. Watch India's largest kids library only on Jio Hotstar. Download the app now.